إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രഹസ്യ പരസ്യ മേഖലകളിലുമെല്ലാം കഴിവിൻ്റെ പരമാവധി ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ യഥാർത്ഥ സ്വർഗാവകാശിയായി വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. ചിലരെങ്കിലും നമ്മളെ പോലെയുള്ള ആളുകളോട് അല്ലെങ്കിൽ മറ്റു ചിലരോട്, അങ്ങനെയുമല്ലെങ്കിൽ സ്വന്തം മനസ്സിനോടൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, നന്നായി ജീവിക്കണമെന്നുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാറുണ്ട്.
ചില ആളുകൾ പറയാറുള്ളത്, എൻ്റെ മനസ്സ് വല്ലാതെ കട്ടിയായതുപോലെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല, എന്ത് തന്നെ ഉപദേശങ്ങൾ കേട്ടാലും അത് എൻ്റെ മനസ്സിന് സ്വാധീനമുണ്ടാക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയാറുള്ളത്, ആരാധനകളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥത കിട്ടുന്നില്ല, ജഡികേച്ഛകളായി മാത്രം ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിൽ നിന്ന് കിട്ടേണ്ടുന്ന സത്തായ സമാധാനം, ഒരനുഭൂതി ആരാധനകളിലൂടെ എനിക്ക് ലഭ്യമാകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയാറുള്ളത്, എൻ്റെ ഈമാൻ വളരെയധികം താന്നു പോയിരിക്കുന്നു, എൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായ ധാരാളം കംപ്ലൈന്റുകൾ, പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊക്കെ അത് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈമാനിന്റെ ദൗർബല്യമാണ്. സത്യവിശ്വാസം ഉള്ള ആളുകൾക്ക് മാത്രമേ, അത് ഹൃദയത്തിൽ യഥാവിധി പ്രവേശിച്ച ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ മഹാരോഗങ്ങളിൽ നിന്ന് മോചിതരാകാൻ സാധ്യമാവുകയുള്ളൂ. ഈമാൻ നമ്മളിൽ നിന്ന് നുരുമ്പിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നുരുമ്പുമെന്നാ പറഞ്ഞത്? നിങ്ങളുടെ വസ്ത്രങ്ങൾ, ഒഴിവാക്കിക്കളഞ്ഞ വസ്ത്രങ്ങൾ നുരുമ്പി പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അണഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഈമാനിനെ നിലനിൽക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ പറഞ്ഞു തന്നു, ഫസ്അലൂ, നിങ്ങൾ ചോദിക്കണേ അല്ലാഹുവിനോട്, അയ്യുജദ്ദിദൽ ഈമാൻ ഫീ ഖുലൂബിക്കും, ഹൃദയത്തിന്റെ അകങ്ങളിൽ ഈമാനിന്റെ വെളിച്ചം സ്ഫുരിക്കാൻ, ഈമാനിന്റെ വെളിച്ചം വ്യാപിക്കാൻ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ അവിടുന്ന് പറയാറുണ്ട്. അല്ലാഹുവേ, ഈമാനുള്ള കൽബിന്റെ ഉടമയാക്കണേ എന്ന്. ഒരുപക്ഷെ ആ അരവരി മതിയാകും ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒട്ടനവധി പ്രാർത്ഥനകൾ പദാനുപദങ്ങളായി പഠിപ്പിച്ചു തന്നത് കാണാൻ പറ്റും. അല്ലാഹുമ്മ ജഅൽ ഖൽബി നൂറാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. ഇതൊക്കെ കൽബിനെ സമുദ്ധരിക്കാനുള്ള പ്രാർത്ഥനകളാണ്. അവിടുന്ന് പറയുകയുണ്ടായി, എന്തിനു വേണ്ടിയാണ് ഈമാൻ ഇത്രത്തോളം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സ്വർഗാവകാശികളിൽ 2ാം റാങ്കോടെ സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ഒരിക്കൽ വിളിച്ചത് തന്നെ ഇങ്ങനെയായിരുന്നു, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ വല്ല ഉപദേശക്കാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സ് കവരും, മനസ്സ് കയ്യിലെടുക്കും, എന്നിട്ട് സംസാരിക്കുക. ഉമറിന്റെ പേര് നബിക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാലും ഒരു സ്നേഹത്തിൽ ചാലിച്ച വിളി, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ, താങ്കൾ ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, ചെന്നുകൊണ്ട് ജനങ്ങളോട് അഖിലം വിളിച്ചു പറയുക, ഖത്താബിന്റെ മോനെ, എന്താണത്? അന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, അന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, സ്വർഗത്തിലേക്ക് ഈമാനുള്ളവരല്ലാതെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തോട് പറയാൻ. ഈ പറയപ്പെട്ട ഈമാൻ നമ്മളിലുണ്ടോ എന്ന് ഇന്നത്തെ വെള്ളിയാഴ്ചയിലെ ഖുത്ബ കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. അടുത്തൊരു ചിന്തക്ക് വേണ്ടി ജീവിതം നമ്മൾക്ക് അവസരം നൽകി എന്ന് വരില്ല. ഈ അവസരം അപൂർവമാണ്. ഈ പറയപ്പെട്ട ഈമാനിന്റെ ദുർബലത നമ്മൾക്കെല്ലാവർക്കും ഇടയിൽ അതിശക്തമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തെറ്റുകൾ ചെയ്യാൻ മടിയില്ലാത്ത കാലഘട്ടം, തിന്മകളൊക്കെ പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ട കാലഘട്ടം, അറിയപ്പെട്ട തമ്മാടികളെയും തിന്മ ചെയ്യുന്നവരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിപത്ത് കടന്നു വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ദുസ്വാധീനങ്ങളാണ്, തിന്മകളാണ്. കാരണം മനുഷ്യന്റെ ഹൃദയം എന്നത്
ഒരുപക്ഷെ ഈമാന് കൊണ്ട് പ്രകാശിക്കുന്ന അതേ ഹൃദയം തന്നെയാകാം ഈ ചക്കരക്കല്ലങ്ങാടിയുടെ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പള്ളിയിൽ നിന്നുണ്ടായിരുന്ന ഈമാനിന്റെ അതേ അവസ്ഥ മാറി അതേ ഹൃദയം തമ്മാടിത്തങ്ങൾക്ക് അധർമ്മങ്ങൾക്ക് വഴിമാറുന്നത് അതേ ഹൃദയമാണ്. അതുകൊണ്ടാണ് ഖൽബ് എന്നുള്ള പേര് ആ അവയവത്തിന് വന്നത്. അലാ ഇന്ന ഫിൽ ജസദി മുളഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് എന്നാണ്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസപിണ്ഡം നന്നായാൽ ഒരു മനുഷ്യൻ പൂർണ്ണമായി മുച്ചൂടം നന്നാവുകയാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് നാശമായാലോ ശരീരം മുഴുവൻ ഫസാദായി എന്ന് ഹബീബുന വശഫിഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അലാ നിങ്ങൾ അറിയണേ, വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തെ കുറ്റമറ്റതാക്കി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ലാത്ത പരലോകത്ത് വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്താണ് ആ രണ്ട് ചെറിയ ആയത്തിന്റെ അർത്ഥം കൂട്ടരെ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ദുനിയാവിൽ പത്രാസും അന്തസ്സും കാണിക്കാൻ വേണ്ടി, നകളിപ്പ് കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഡെഫിനിഷനായി മാനദണ്ഡമായി കാണുന്ന രണ്ട് കാര്യങ്ങൾ, മക്കളും സമ്പത്തും. മാലും വലാ ബനൂൻ, അത് നിങ്ങൾക്ക് നാളെ ഉപകാരം ചെയ്യൂല. നാളെ ഉപകാരം ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അതേ രക്ഷപ്പെട്ട മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രം. ഖൽബുൻ സലീം എന്നുള്ളതിനെ താബിഈയായ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണം, രക്ഷപ്പെട്ട മനസ്സെന്നാൽ അത് മറ്റൊന്നുമല്ല, ശിർക്ക് ചെയ്യാത്ത ഹൃദയമാണ്. ശിർക്ക് ചെയ്യാത്ത ഹൃദയമാണ്. എങ്ങനെയാണ് നമ്മുടെ ഈമാൻ നുരുമ്പിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പാപങ്ങൾ ചെയ്യാൻ അവർക്ക് മനസ്സാക്ഷി കുത്തുണ്ടാകൂല. മനസ്സ് പരിക്കനായി കടുത്തുപോയി എന്നിടക്കിടക്ക് തോന്നും. ആരാധനകളിൽ യാതൊരു ഭക്തിയും ഉണ്ടാകില്ല. പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്യാൻ അവസരങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മനസ്സില്ല. ഇത്തരം ആളുകൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണെന്ന് പ്രമാണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാം. ചാഞ്ചാടുന്ന മനസ്സുള്ളവർ, വിഷാദരോഗം, ചെറിയൊരു പ്രതിസന്ധി വന്നാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, കടുത്ത നൈരാശ്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്നവർ, ഇതൊന്നും ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾക്ക് പറഞ്ഞതല്ല. ഏത് മലവെള്ളപ്പാച്ചലിന്റെ മുന്നിലും പരീക്ഷണത്തിന്റെ മുന്നിലും ഈ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുൻപിൽ ഈമാനിന്റെ വെളിച്ചം ഒന്നുകൊണ്ട് മാത്രം ധൈര്യത്തോടെ നിലകൊണ്ട ഇബ്രാഹിം നബി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ എല്ലാം അവസാനിച്ച് പിടിക്കപ്പെട്ടു എന്ന് കൂടെയുള്ളവർ പോലും പറഞ്ഞപ്പോഴും ഇല്ല, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ മൂസാ നബിയുടെ ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈമാൻ നമ്മൾക്ക് ധൈര്യം തരിക മാത്രമേ ചെയ്യൂ. പക്ഷെ ഈമാൻ അല്ലാത്തോല് പെട്ടെന്ന് തകർന്നു പോകും. ഒരു രോഗം വന്നാൽ മതിയോ? ഒരു കടക്കടയിൽ വീണ മതിയാവും. താൻ ജീവിതത്തിൽ വലിയ സ്വപ്നമായി കണ്ട ബിസിനസിന്റെ സാമ്രാജ്യം തകർന്നടിഞ്ഞാൽ, വിഷാദരോഗങ്ങൾക്ക് അടിമപ്പെട്ട് പരീക്ഷണങ്ങളിലേക്ക് പരീക്ഷണങ്ങളിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അതേ ഏറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ഈമാനിന് ക്ഷയം വരാൻ കാരണം എന്നറിയോ? പണ്ഡിതന്മാർ ഓരോന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് പറയണത്. ഈമാനിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നാല് നല്ലോണം ഈ പറഞ്ഞ രോഗം നമ്മളൊക്കെ പിടികൂടും. സഹോദരങ്ങളെ, നമ്മൾ ഭൗതിക രംഗത്ത് നഷ്ടങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ, കച്ചവടങ്ങളിൽ, ജോലി സ്ഥാപനങ്ങളിൽ ഇടിവ് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കലുണ്ട് ഇല്ലേ? എങ്കിൽ അതൊക്കെ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ, ഒരു നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണാലേ നമ്മുടെ കസേരയിലേക്ക് വേറെ ആള് വരുമെങ്കിൽ അനന്തമായി അവസാനിക്കാത്ത പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, എന്തുകൊണ്ടാണ് ആ ഈമാനിന്റെ തിളക്കത്തിന് വേണ്ടി, അതിനെ മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നില്ലാതെയായി പോകുന്നത്? മരുഭൂമിയിലെ
ചെന്നായ എന്നറിയപ്പെട്ടിരുന്ന മനുഷ്യനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്. ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചുരുക്കുകയാണ്, വിശാലമായി പറയാൻ പറ്റിയ സമയമല്ല. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വചനമാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ 57-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം അല്ലേ? തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചാളപ്പരയിൽ, ഒരു കൂരയിൽ താമസിക്കുന്ന പടുക്കിളവിയായ ഒരു സ്ത്രീയുടെ ശരീരത്തെ ആസ്വദിക്കാൻ വേണ്ടി കാമഭ്രാന്തനായ ഈ സഹാബി, ഈ താബിഈ കയറി ചെല്ലുമ്പോൾ ജാഹിലിയത്തിൽ, ഇന്നലകളിൽ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ അദ്ദേഹം പറയാണ്, ആ കഥകിലേക്ക് എൻ്റെ കാലുകൊണ്ട് ചവിട്ടാൻ നിൽക്കുമ്പോഴാണ് ഞാൻ 57-ന്റെ 16 കേട്ടത്. ഈമാനിക അന്തരീക്ഷത്തിലേക്ക് അറിയാതെ എത്തിപ്പെട്ടപ്പണ്ടായ മാറ്റ എന്താ പറഞ്ഞത്? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾക്ക് കിടിലം കൊള്ളാൻ സമയമായില്ലേ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം കേട്ടപ്പോ സുദീർഘകാലം തിന്മയിൽ അടിയുറച്ചു നിന്നിരുന്ന ഫുളൈലിനെ ആബിദുൽ ഹറമൈൻ എന്ന് പറയുന്ന പദവിയിലേക്ക് പിന്നീട് ഈ ഖുർആനിന്റെ വചനം കൊണ്ടെത്തിക്കുകയാണ്. എന്താ ആബിദുൽ ഹറമൈൻ എന്ന് പറഞ്ഞാല്? 2 ഹറമിലെയും ആരാധന നിമഗ്നനായ മനുഷ്യൻ 80 ചില്ലാനം വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് വരെ ഇറങ്ങാത്ത കാലം ഉണ്ടായിരുന്നു. ആ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോയാലോ എന്ന് പേടിച്ചിട്ട് വീടിന്റെ മുന്നിൽ വന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പുറത്തു പോയില്ല. എന്റെ കാരണം ഒന്നുകൊണ്ടല്ല. ഒരു അയൽവാസി ചോദിച്ചു, നിങ്ങൾ ഫുളൈലിനെയാണോ വിളിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് ഓതിക്കോ എന്നാ പറഞ്ഞത്. അൽഹാക്ക് മുത്തക്കാസറ ഓതിയത്. ഫുളൈൽ പുറത്തു വന്നു. വിളിച്ചപ്പോ പുറത്തു വന്നില്ല, ഖുർആൻ കേട്ടപ്പോ പുറത്തു വന്നു അല്ലെ? ആ ഫുളൈലിനെ മാറ്റിയ, സുദീർഘമായ ചിന്മയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് ഖുർആനാണ് അല്ലെ? എല്ലാ ശനിയാഴ്ചകളിലും ഈ പള്ളിയിൽ സുബഹിക്ക് ശേഷം പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായി ഖുർആൻ ക്ലാസ് ഉണ്ട്. സഹോദരങ്ങളെ, എത്ര എത്തിപ്പെടാൻ പറ്റുന്ന ആൾക്കാർക്ക്, വരാൻ പറ്റുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനിന്റെ ശാദ്വല തീരങ്ങളിൽ ചെന്ന് നിന്ന് അതിന്റെ സുഗന്ധക്കാറ്റ്, കുളിർക്കാറ്റ് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ നമ്മൾ, ഭാഗ്യം കിട്ടാതെ പോയവരാണ് നമ്മളെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാന്മാർ വേറെ ആരാള്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പറയും, ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. ഈ 168 മണിക്കൂറിൽ 1 മണിക്കൂർ റബ്ബിന്റെ കലാം പഠിക്കുന്ന ഏതെങ്കിലും ഒരു വേദിയിൽ വിത്ത് ഫാമിലി പോയിരിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമ്മളെ ഈ പോക്ക് ശരിയാണോ? എന്തിനാണ് അള്ളാഹ് നമ്മളങ്ങോട്ട് പടച്ചു വിട്ടത് നമ്മോട് ചോദിക്കാതെ? എന്തിനാണ് നമ്മൾ ആ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായാൽ, ഈമാനികപരമായ സിറ്റുവേഷൻസുകളിൽ ചെന്നിരിക്കാൻ പരമാവധി അവസരങ്ങൾ ഉണ്ടാക്കിയാൽ ആ ഈമാനെ നിലനിർത്താൻ നമ്മൾക്ക് പറ്റുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് മഹാനായ താബിഈ 80-ലധികം സഹാബികളെ കണ്ട മനുഷ്യനാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. താബിഈകളുടെ തൊബക്കകളിൽ ഉയർന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കുടുംബ ബന്ധത്തെക്കാളും ഏറ്റവും വലിയ ബന്ധം ഏതാണെന്നറിയോ? ആദർശ ബന്ധമാണെന്ന്. ആദർശ ബന്ധമാണ്. അദ്ദേഹം അത് പറയാൻ കാരണമുണ്ട്. കുടുംബം നിങ്ങളെ ദുനിയാവിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആദർശ സുഹൃത്തുക്കളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ദീനുള്ള കൂട്ടുകാരുണ്ടാവുക. ദീനുള്ള ആളുകളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ, നമ്മുടെ ലിസ്റ്റിൽ അത്തരം ആളുകളുടെ ഒരുപാട് നമ്പർ ഉണ്ടാകണം. അതിന് പറ്റുമെങ്കിൽ ചില കൂട്ടായ്മകളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അത്തരം ആളുകളുടെ കൂടെ കഴിയാവുന്നത് ചെയ്തു കൊടുക്കുക. അതൊക്കെ നമ്മളെ ഈമാനെ നിലനിർത്താൻ പറ്റിയ കാര്യങ്ങളാ. ഒറ്റപ്പെട്ട എന്ത് ചെയ്യും? ആ ഒറ്റപ്പെട്ട ആടിനെ ചെന്നായി പിടിക്കുന്ന പറഞ്ഞ പോലെ നമ്മളെ ഈമാനിനെ ശൈത്താൻ റാഞ്ചിക്കൊണ്ടോ. അതുകൊണ്ട് കൂട്ടമായി നിന്ന് നന്മയുടെ സംരംഭങ്ങളിൽ ആദർശ സുഹൃത്തുക്കളുടെ കൂടെ ബന്ധമുണ്ടാവുക, ചേർന്ന് നിൽക്കുക. പണ്ഡിതന്മാരായിട്ടല്ല ബന്ധം വേണം, സാധാരണക്കാരാണെങ്കിലും. നമ്മളെ പള്ളിയിൽ ഹുത്ബ പറയുന്ന മൗലവി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയുന്ന പണ്ഡിതന്മാരുണ്ടാവും. അവരുമായൊക്കെ ദീനിന്റെ വിഷയങ്ങൾ ചോദിച്ചറിയണം, സംസാരിക്കണം. അവരോട് നമ്മൾ കൂടുതൽ സമയം ഇടപെടണം. എന്റെ കാരണം ഈമാൻ നിലനിൽക്കും. അങ്ങനെ നമ്മൾ സാധാരണ പറയാറില്ലേ, ചന്ദനം ചാരി അത് മണക്കും,
ഇനി അതല്ല വേറെന്തെങ്കിലും വിചാരിച്ച് അത് മടക്കുന്നു പറയാറില്ലേ, അതന്നെ ആ ഉസൂലിന്റെ പടിയുള്ളത്. ആ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആരാ സഹാബികൾ? സഹാബികളാരാൻ? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് നടന്നപ്പോൾ അവര് പറഞ്ഞിരുന്നു അത്രേ, റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഒരു ഗുരുനാഥനായി, കൂട്ടുകാരനായി, ഉപദേശിയായി, ഒരു നസീഹത്തുള്ളയാളായി, നല്ലൊരു ദാഇയായി, ഒരു ഉസ്താദായി, ഒരു ഹതീബായി, ഒരു കൂട്ടുകാരനായി, അങ്ങനെ പല രംഗങ്ങളും ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്ത ആളാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയാറുണ്ട്, നബിയോട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ച് പിരിഞ്ഞു പോയാൽ ഞങ്ങളുടെ മനസ്സിൽ തോന്നും നബിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അങ്ങനെ സ്നേഹം കൊടുത്തിരുന്ന വ്യക്തിയാണ് അല്ലേ? നമുക്കും അങ്ങനെയൊക്കെ ചെറിയ രൂപത്തിലൊക്കെ ആകാൻ പറ്റണം. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം ഒന്ന് നന്നാക്കിയാൽ നല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും മതരംഗത്ത് നമുക്ക്. സഹാബികൾ പറയാണ്, അള്ളാഹിന്റെ റസൂൽ വിട പറഞ്ഞു പോയപ്പോ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളൊന്ന് നോക്കിയപ്പോ ഒരു അഗാധമായ ഗർത്തം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ? എല്ലാമായ ഞങ്ങളുടെ നേതാവ് വിട പറഞ്ഞു പോയപ്പോ ആ ഈമാനിന്റെ അന്തരീക്ഷം നിലനിൽക്കാൻ അവർ കണ്ടിരുന്ന വലിയൊരു വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് വഫാത്തായപ്പോ മനസ്സിൽ വലിയൊരു ഗർത്തം ഫീൽ ചെയ്തു എന്നാണ് താബികൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾ സഹാബികളെ നോക്കുമ്പോ മഴയത്ത് നനഞ്ഞു ഒട്ടി നിൽക്കുന്ന ചെമ്മരിയാടുകളെ പോലെ അവരെ ഞങ്ങൾക്ക് തോന്നി എന്നാണ്. എന്തായിരുന്നു കാരണം? ധർമ്മബോധമുള്ള യോഗ്യനായ നേതാവിനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കും ആദർശമുള്ളവരോട് നല്ല അഭേദ്യമാവണ്ണം ബന്ധം വേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ മനസ്സിൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ ജീവൻ നൽകുന്ന, മനസ്സിന് ജീവൻ നൽകുന്ന വിശ്വാസ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം, പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. മുൻഗാമികൾ ഒരുപാട് പ്രയത്നിച്ച് അധ്വാനിച്ച് എഴുതിയുണ്ടാക്കിയ ഒരുപാട് വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് അതിലൊരു വായനക്കാരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ വായിക്കുക, വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ വായിക്കുക. നമുക്ക് ഇനി വായിക്കാനൊക്കെ മടിയാണോ എങ്കിൽ നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്, ഖുർആൻ അന്നൂർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായില്ലേ, കേട്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ എങ്ങനെ റബ്ബിനോട് ഉദൂർ പറയാ? എനിക്ക് ഇതിനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല പരലോകത്ത്. കാരണം എന്താ? ഒട്ടനവധി അവസരങ്ങളുണ്ട്. സലഫുകളുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പല കളറുകളിൽ തർജുമ ചെയ്തതുണ്ട്. ഏതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നുമില്ലാതെ എൻ്റെ മനസ്സിന് സമാധാനമല്ല, എനിക്ക് നിസ്കരിക്കുമ്പോൾ എന്തോ മനസ്സ് പാറിപ്പറന്ന് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളത് കൂട്ടരെ? നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മളിൽ പല ആളുകളും വായിക്കുന്നത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ, ഫിലോസഫി വായിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നോവലുകൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പത്രങ്ങൾ 1, 2, 3, 4 പത്രങ്ങളൊക്കെ ഒരു ദിവസം വായിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വായിച്ചോ. പക്ഷെ അവിടെ മാത്രം നമ്മൾ ഒതുങ്ങിയാലോ? ആ ഒരു താല്പര്യവും ആ ഒരു എന്താ പറയുക അധ്വാനവും എന്തേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഈമാനിന്റെ കാര്യത്തിൽ ഇല്ലാതെ പോണത്? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ സഹോദരങ്ങളെ അനുവദിക്കപ്പെട്ടതൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഓൾക്ക് കാര്യമായിട്ട് എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? ഓലെ ബിസിനസ്സാണ്. അവർക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഓലെ ജോലിയാണ്, അവരുടെ സമ്പത്താണ്, അവരുടെ കടങ്ങളുടെ കാര്യങ്ങളാണ്, അവരുടെ നിക്ഷേപങ്ങളാണ്, അവരുടെ പറമ്പുകളെ കുറിച്ചാണ്, ജോലി സംബന്ധമായ പ്രശ്നങ്ങളാണ്, ഉയർച്ചകളാണ്, പ്രമോഷനുകളാണ്. എന്താണ് നമ്മുടെ സംസാരങ്ങളിൽ മതവിഷയങ്ങൾ കടന്നു വരാത്തത്? അത് അവിടെ തല്ലാണ്, ഇവിടെ തല്ലാണ്. എവിടെ തല്ലില്ലാത്തത്? വർച്ചനം കേട്ടതൊന്നും ബിസിനസ് രംഗത്തൊന്നും ഒരു പ്രശ്നമില്ല. രാഷ്ട്രീയ രംഗം പെർഫെക്റ്റ് ആണ് സഹോദര. മനുഷ്യന്മാർ ഇടപെടുന്ന രംഗത്തൊക്കെ പ്രശ്നം ഉണ്ടാവും, അതിന് മതരംഗമാണെങ്കിലും. പക്ഷെ മറ്റെന്തിനേക്കാളും സൊല്യൂഷൻ പഠിപ്പിച്ചു തന്നു. പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം മതവിഷയത്തിൽ എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ വഫാത്താണ് മുമ്പ് പറഞ്ഞത്? എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും തന്നെ പറഞ്ഞത്. ഭിന്നിക്കുമ്പോ എന്താ? സൈഡായി പോകണമെന്നാ പറഞ്ഞ്, ന്യൂട്രായി പോകണമെന്നാ പറഞ്ഞ്? അല്ല, അതിലൊന്ന് ഹക്കിന്റെ ടീം ഉണ്ടാവും. പഠിച്ചോ, അതിനെ ബുദ്ധി തന്നത്. അന്വേഷിക്കുക, അതിനെ ബുദ്ധി തന്നത്. അല്ലാതെ ഈ രംഗത്തെ പ്രശ്നം മാത്രം പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റു രംഗത്തെ പ്രശ്നം ഉണ്ടാവും, അത് പരിഹരിക്കുന്നുണ്ടെങ്കിൽ എന്തേ നമുക്ക് മതം ഒരു ഭാരമാണോ? മരിച്ചു പോണ്ടേ? ദീന് നമ്മുടെ പ്രധാന വിഷയമാകണം. അങ്ങനെ ആയുള്ള ഗുണം എന്താ പറയുക? യസുദ്ദു ഫഖറക്. നീ എന്തൊരു ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നോ ആ ദാരിദ്ര്യം നിന്നിൽ നിന്ന് അല്ലാഹ് തടുക്കും.
റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ദുനിയാവ് നിന്റെ പ്രധാന വിഷയാകണം, പരലോകം നിന്റെ പ്രധാന വിഷയാകണം. ദുനിയാവാകരുത്. ബാക്കി എന്താ? യംലഉ ഖൽബക ഗിനാ, നിന്റെ ഹൃദയത്തെ ധന്യത കൊണ്ട് അല്ലാഹു നിറക്കും. എന്താ നമുക്ക് വേണ്ടത്? പൈസയെക്കാളും വലിയ വീടിനേക്കാളും നല്ല വിലപിടിപ്പുള്ള കാറിനേക്കാളും എണ്ണിയാ തീരാത്ത നിക്ഷേപങ്ങളെക്കാളും നമുക്ക് വേണ്ടത് സമാധാനാണ്. ആ സമാധാനം റബ്ബിന്റെ ദീനിലേ ഉള്ളൂ. വഹീയാണ് സംസാരിക്കുന്നത്. ആരെ? മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈമാനിക അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ അനിവാര്യമായി വേണ്ട മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആനുമായുള്ള ഗാഢബന്ധം. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഗന്ധിയാകണം. എന്തായിരുന്നു നമ്മുടെ നബി പ്രാർത്ഥിച്ചിരുന്നത്? ഇതൊന്നും എൻ്റെ വാക്കല്ല, വല്ലാഹിയാണ് എൻ്റെ വാക്കല്ല. എന്താ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന? എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ ഖുർആൻ എന്നാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു അത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ വരെ പഠന വിധേയമാക്കിയപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ മുത്തുനബിയെ വാനോളം പലരും പുകഴ്ത്തുന്നത്? എന്തുകൊണ്ടാ? ആ ഖുർആൻ എന്ന് പറയുന്നത് ലോകരക്ഷിതാവിന്റെ സിലബസാണ്, ജീവിത പദ്ധതിയാണ്, ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? സമാധാനമില്ലാത്ത മനസ്സുകളെ, സമാധാനം നഷ്ടപ്പെട്ട മനസ്സുകളെ, വീടിന്റെ അകങ്ങൾ എയർ കണ്ടീഷനുള്ള റൂമുകളാണ്, പക്ഷെ ശരീരത്തിന്റെ പുറം ഭാഗങ്ങൾ കുളിരുകോരി തണുക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ അന്തരാളം വെന്തുരുകുന്ന എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിലില്ലേ? ഉണ്ടാവും. എന്തേ കാരണം? ഇത് സ്വീകരിച്ചില്ല. ഏത്? വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ വാക്കാണ് കേട്ടോ, അല്ലാഹുവിന്റെ വാക്കാൻ. സത്യവിശ്വാസികൾക്ക് മനസ്സിന്റെ ശമനമാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം. 12-ാം അധ്യായം സൂറത്തു യൂസുഫ്. ആ അധ്യായം ആരാണോ മനസ്സിരുത്തി വായിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും അവനിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. എന്ത് കാരണം? ആ ചരിത്രം ഇങ്ങനെ, യൂസുഫ് നബിയുടെ കഥ ഇങ്ങനെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെയാ. ഉപ്പാന്റെ കരങ്ങളിൽ നിന്ന് ജ്യേഷ്ഠ സഹോദരങ്ങളുടെ കരങ്ങളാൽ കിണറ്റിലേക്ക്, കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക്, രാജകൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക്, ജയിലിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക്, ഉന്നതമായ ജീവിതത്തിലെ ഒരുപാട് ടിസ്റ്റുകൾ താണ്ടിക്കടന്നു പോയ പ്രവാചക പുങ്കവനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ സൂറത്ത് നിങ്ങൾ വായിച്ചോക, ടെൻഷനൊക്കെ നമുക്ക് മാറും. പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല, നമ്മളെ സമ്മതിക്കൂല. ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. മനസ്സ് എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും മനസ്സല്ലേ നടക്കൂല. എന്തും ഭാരമായിട്ട് നമുക്ക് തോന്നും, എന്തും ഭാരമായിട്ട് തോന്നും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ അത്വാറ റഹിമഹുല്ലാ താബിഈൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഉബൈദില്ലാഹി ഇബ്നു ഉമൈറും ഞാനും ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് ചെന്നു. നമ്മുടെ ഉമ്മ, മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ, അവിടേക്ക് ചെന്നു. ചോദിച്ചു ഞങ്ങൾ നബിയിൽ നിന്നും നിങ്ങൾ കണ്ട ഏറ്റവും ആശ്ചര്യകരമായ, എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഉടനെ തന്നെ ആയിഷ ബീവി ഇത് കേട്ടപ്പോൾ കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. കരഞ്ഞുപോയി. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലതാ രാത്രി നമസ്കരിക്കാൻ മുസല്ല വിരിക്കുകയാണ്. മുസല്ല വിരിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് ശരീരം നനയുവോളം കരയുകയാണ്. ആയിഷ ഉമ്മ പറയുന്നു, എത്രത്തോളമാണ് കരഞ്ഞതെന്നോ, അവിടുത്തെ ശരീരം നനഞ്ഞ് മുസല്ല നനയുമാർ അവിടുന്ന് കരയുകയാണ്. ബിലാൽ എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ ബാങ്ക് വിളിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ബിലാൽ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപക്കറകളെല്ലാം പുറത്ത് നൽകപ്പെട്ട വ്യക്തിയല്ലയോ അങ്ങൊന്ന്? ബിലാലിന്റെ വല്ലാത്ത ചോദ്യം കേട്ടപ്പോ മഹാനായ മുത്തനബിയുടെ ഒരു ഉത്തരമുണ്ടായിരുന്നു. അഫലാ അകൂന അബ്ദാ ശകൂറാ. എന്റെ ചക്കരക്കല്ല് സലഫി മസ്ജിദിൽ ഇരുന്ന് ഖുതുബ കേൾക്കുന്ന ബുദ്ധിയുള്ളവരെ, ഈ ഹബീബായ റസൂലുള്ള കടന്നു പോകുന്ന സ്വർഗത്തിലാണ് നമ്മൾക്കും കടന്നു പോകാനുള്ളത്. ചോദ്യം എന്താണ്? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാൽ? ആരാണ് ഈ പറയുന്നത്? ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ രാത്രി എനിക്ക് ഒരു ഖുർആനിന്റെ വചനം ജിബ്രീൽ കൊണ്ടുവന്നു ബിലാലേ. ആരാണോ ആ വചനത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചിന്തിച്ച് കരയാത്തത്, വൈലുൻ, അവന് നാശമുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. ഏതാണ് ആ വചനം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ആകാശം എന്ന് പറയുന്ന പ്രവിശാലമായ സൃഷ്ടിയുണ്ടല്ലോ, ഭൂമി എന്ന് പറയുന്ന വിശാലമായ ഈ തൊട്ടിലുണ്ടല്ലോ, ഇതിന്റെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും ലആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ലുബ്ബുകൾക്ക്, അൽബാബുമാർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടവർ ചിന്തിക്കുന്നത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ. എന്താണ് അതിന്റെ അർത്ഥം? നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും, വഅലാ ജുനൂബിഹിം, പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകുന്നു അവർ. അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചം കാണുമ്പോ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ചിന്തിച്ചിട്ട് വിശ്വാസി പറഞ്ഞു പോകുന്ന വാക്കെന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. ഞങ്ങളുടെ റബ്ബേ, ഇതൊന്നും നീ വെറുതെ കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അതുകൊണ്ട് ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന. ഈ വചനം ഓർത്തുകൊണ്ട് മുത്തുനബി കരഞ്ഞത് എന്ന് അവിടുന്ന് പറയണ്ടായി. ഖുർആനിലെ അങ്ങനത്തെ കുറേ ആയത്തുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഖുർആനുമായി നമുക്കൊരു ബന്ധം ഉണ്ടാവുക, ഈമാനിക അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരിക. ഞാൻ അടിവരയിടുന്നു, അതിനൊരു സുഖമുണ്ട്. പരലോക തൊഴിലാളികളൊന്നും താടി വെച്ച് നടന്നിട്ട് ഇസ്ലാമിക ഡ്രസ് കോഡ് സ്വീകരിച്ചിട്ട് തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് മ്യൂസിക് വേണ്ട, സിനിമ വേണ്ട, സീരിയല് വേണ്ട, എന്റെ മനസ്സിൽ മുത്തുനബിയുടെ സെറ്റിങ്സ് ആണുള്ളത്, അതൊക്കെ ഹറാമാണെന്നുള്ള സെറ്റിങ്സ്. പുറത്തുനിന്ന് അറിയുന്ന ആൾക്കാർ പറയും, എന്താലേ ഒലക്കെ ലൈഫ് എന്താലേ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആ പറച്ചിൽ കേൾക്കുമ്പോഴടക്കം നമുക്കൊരു സുഖമുണ്ട്. എന്തേ കാരണം? കാത്തിരിക്കുന്ന സ്വർഗം. എങ്ങനെയുള്ള സ്വർഗം? മാല ഐനുൻ റഅത് വലാ ഉദുനൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത, ഒരു മനസ്സിന്റെ അന്തരാളങ്ങളിലും ക്യാൻവാസുകളിലും ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗം അതിനെ മുന്നിൽ കണ്ട് യുവാവേ, സഹോദര, മുന്നോട്ട് നീങ്ങുക. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ലാസ്റ്റ് ദിവസമാകാം. എന്നും നമ്മൾ കയറിപ്പോകുന്ന വാഹനം, എന്നും പോകുന്ന റൂട്ടിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാലും എതിരെ വരുന്നവനെന്ന് അശ്രദ്ധനായാൽ തീരുന്നത് 6 അടി പൊക്കമുള്ള ജീവിതമുള്ളൂ. മടങ്ങാം നമുക്ക് രക്ഷിതാവിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപക്കറകളെല്ലാം ഗഫാറായ, ഗഫൂറായ, ഗാഫിറായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ രോഗികളുണ്ട്, അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികമായി ടെൻഷൻസുകളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുണ്ട്, അല്ലാഹു പരിഹാരം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. കടക്കണയിൽ അകപ്പെട്ട് ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്, അല്ലാഹു കടം വീടാനുള്ള പരിഹാര മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, അടുത്ത കാലത്തായി വിദൂരകാലത്തായും ഒക്കെ വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.